ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ജമന്തിയുടെ പാക്കിങ്ങുമായിട്ടാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് ജമന്തിയുടെ സൈസും കാര്യങ്ങളൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. അതായത് ഉദ്ദേശിച്ച സൈസ് പ്ലാൻസ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കൊറിയർ പാക്ക് ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മിക്കപ്പോഴും ജമന്തിയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ഫുള്ളായിട്ട് ലെങ്തി ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ അത് നിങ്ങളും കണ്ട് ബോറടിച്ചിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു ജമന്തിയുടെ കോംബോ ജസ്റ്റ് ആ ഒരു പൂക്കൾ മാത്രം കാണിച്ചിട്ട്. എന്നിട്ട് പോലും ഞാൻ എൻ്റെ കൊറിയർ അപ്ഡേറ്റ്സിൽ ഫുള്ളും ജമന്തി ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ അത് കാണുന്നുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇതൊരു സെയിൽ വീഡിയോ കൂടിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് എന്താണ് പ്ലാൻസ് നിങ്ങൾക്ക് അയക്കുക എന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കസ്റ്റമേഴ്സിന് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഫുൾ പാക്കിങ്ങും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ളവർക്ക് പ്ലാൻസ് കളക്ട് ചെയ്യാം. പ്ലാൻസ് വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. നമുക്കിപ്പോൾ വരുന്നത് 5 പ്ലാൻസിൻ്റെ ജമന്തിയുടെ കോംബോ ആണ് വരുന്നത്. 350 രൂപയുടെ കോംബോ ആണ്. 5 കളേഴ്സായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ കളറിൽ സെലക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇതുപോലെ എടുത്തിട്ടായിരിക്കും പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കളേഴ്സ് കിട്ടണമെന്നില്ല. നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് വൈറ്റും യെല്ലോയും നമ്മൾ പാടെ ഒഴിവാക്കിയിട്ടുണ്ട്. വൈറ്റും യെല്ലോയും അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യാറില്ല. മുമ്പ് നമ്മുടെ കളക്ഷനിൽ വൈറ്റും യെല്ലോയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളത് പാടെ ഒഴിവാക്കിയിട്ട് വൈറ്റും യെല്ലോയും സെയിൽ ചെയ്യുന്നുണ്ട്. സിംഗിൾ പെറ്റിൽ മാത്രമാണ് വൈറ്റും യെല്ലോയും കൂടുതലായിട്ടും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നോർമലായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന വൈറ്റും യെല്ലോയും അടുക്ക് വരുന്നത് സെയിൽ ചെയ്യുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ വൈറ്റും യെല്ലോയും അവൈലബിൾ ആണ്. ഇച്ചിരി വലിയ പ്ലാൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും അത്യാവശ്യം ഇപ്പോൾ നാടൻ നമ്മുടെ വൈറ്റും നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ടൈപ്സ് വേണം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം പ്ലാൻസ് അവൈലബിൾ ആണ്. കൂടുതലും ആൾക്കാർ കളർ പ്ലാൻസ് അന്വേഷിച്ച് വരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസാണ് നമ്മൾ സെയിലിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാൻസിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാമാണ് ഈ വീഡിയോയിൽ കൊടുത്തേക്കുന്നത്. കൂടുതലും മൊട്ടായി തുടങ്ങിയ പ്ലാൻസ് ആയിരിക്കും അയച്ചു തരുന്നത്. ചിലപ്പോൾ നമ്മൾ ഫ്ലവറിങ് ആയതും അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്ലാൻസ് മേടിക്കുന്നവർക്ക് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ജമന്തി പ്ലാൻസ് എങ്ങനെയാണ് നിങ്ങൾ പോട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഇത് ഇന്ന് നമ്മുടെ കൊറിയറിൽ അയച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് അയക്കുന്ന പ്ലാൻസിൻ്റെ പാക്കിംഗ് ആണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാൻസ് ഓർഡർ ചെയ്തവരെല്ലാം നാളെയും മറ്റന്നാളോട്ടായിരിക്കും കിട്ടുന്നത്. DTDCന്ന് പ്ലാൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ കളക്ട് ചെയ്ത ശേഷം എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് പാക്കിംഗ് എന്നൊക്കെ വരുന്നത്. എങ്ങനെയാണ് പോട്ടിങ് എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പോട്ട് ചെയ്യുക. പിന്നെ നമുക്കിപ്പോൾ ഒരു പ്ലാനിൻ്റെ അപ്രോക്സിമേറ്റ് കണക്കും ഒരു സൈസ് മാത്രമേ നമുക്കിതിൽ കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പറയൂലേ, വെള്ളവും വളവും സൂര്യപ്രകാശമൊക്കെ അനുസരിച്ചിട്ട് ഓരോ പ്ലാന്റ്സിനും ഓരോ ഗ്രോത്ത് ആയിരിക്കും. നമ്മൾ വെക്കുന്ന ചിലപ്പോൾ എല്ലാ പ്ലാന്റ്സിനും ഒരേ ഗ്രോത്ത് വരണമെന്നില്ല. ഇപ്പം നമ്മുടെ കയ്യിലെ ഓരോ വിരലും ഓരോ കണക്കാന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു കളറിൽ തന്നെ ഉള്ള പ്ലാന്റ്സൊക്കെ ഓരോ സൈസായിരിക്കും. ഇപ്പോൾ റെഡ് തന്നെ ചിലപ്പോൾ ഒരെണ്ണം ഹൈറ്റ് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഹൈറ്റ് കുറവായിരിക്കാം, ചിലപ്പോൾ ബുഷി ആയിരിക്കാം. അങ്ങനെ ഓരോന്ന് വരാറുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ കണ്ടില്ലേ, രണ്ടും 2 സൈസാണ് വരുന്നത്. ഒരിക്കലും നമുക്ക് പ്രെഡിക്ഷൻ നടത്താൻ പറ്റില്ല. ഇപ്പം എല്ലാ പ്ലാന്റ്സും ഒരേ ഹൈറ്റ് ആയിരിക്കണം, എല്ലാ പ്ലാന്റ്സും ഒരേ സൈസായിരിക്കണം, ഇല്ലെങ്കിൽ ബ്രാഞ്ച് ഒരുപോലെ വരണം, മുട്ട ഒരുപോലെ ആവണമെന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പ്ലാന്റ്സിന് കിട്ടുന്ന നമ്മളിപ്പോൾ വളം ഒരുപോലെ കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ പ്ലാന്റ്സിൻ്റെ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഒരുപോലെ ആവണമെന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് ലെങ്ത് ഫുള്ള് കണ്ടിട്ട് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യാം. ഇല്ല, ഓക്കെ ആണ്, നിങ്ങളുടെ തുടക്കത്തിലെ ഓക്കെ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോംബോ ഓർഡർ ചെയ്യാവുന്നതാണ്. നമുക്ക് മുമ്പ് 10 പ്ലാന്റ്സിൻ്റെ കോംബോയും 7 പ്ലാന്റ്സിൻ്റെ കോംബോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ ജമന്തിയുടേതുള്ളൂ. കാരണം ഓൾറെഡി ഇപ്പോൾ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 7 പേർക്ക് തരാനുള്ള ജമന്തിയുടെ കോംബോ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ വട്ടം ഓർഡർ തന്നതിൽ 2-3 പേർക്ക് എക്സ്ട്രാ പ്ലാൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു 700-ൻ്റെ 10 പ്ലാൻസിൻ്റെ കോംബോയിൽ കഴിഞ്ഞ വട്ടം നമുക്ക് സ്റ്റോക്ക് കുറച്ച് കുറവായത് കാരണം 5 പ്ലാൻസ് അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി 5 ഇന്നത്തെ കോംബോയിൽ അയച്ചിട്ടുണ്ട്.
അതുപോലെ നമ്മളിതാ പാക്കിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്തത് ചകിരിച്ചോറിൽ പ്ലാന്റ്സ് അതുപോലെ എടുത്തിട്ട് പാക്ക് ചെയ്യുമായിരുന്നു. അതിന് ശേഷം ചകിരിച്ചോറ് ജസ്റ്റ് ഒന്ന് പേപ്പർ വെച്ച് കവർ ചെയ്ത ശേഷം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് റോളിൽ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ചുറ്റിയെടുത്ത ശേഷമാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കൊറിയർ പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കസ്റ്റമറിന് പ്ലാൻസ് കിട്ടിയപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാൻസ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ പ്ലാൻസ് മേടിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഫുള്ളായിട്ട് വീഡിയോ കാണുക, കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. കാരണം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഒരു ഇത് കിട്ടും, എങ്ങനെയാണ് പ്ലാൻസിൻ്റെ സൈസ് വരുന്നത്, എങ്ങനെയാണ് കൈ കിട്ടുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ മനസ്സിൽ ഓർഡർ വന്നിട്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നത് വലിയ പ്ലാൻസ് ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ മുമ്പും ഇതിൻ്റെ വീഡിയോസ് ഇഷ്ടംപോലെ തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ജമന്തിയുടെ നമ്മുടെ കൊറിയർ അപ്ഡേറ്റിൻ്റെ കൂടെയും ജമന്തിയുടെ സെപ്പറേറ്റ് തന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, നമ്മളിതിനകത്ത് 350 രൂപ കൊറിയർ ചാർജ് പറയുന്നുണ്ടെങ്കിലും 350 രൂപ നമുക്ക് DTDCയുടെ ചാർജ് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ചാർജ് വരുന്നുണ്ട്. ഏകദേശം 100 റുപ്പീസാണ് നമുക്ക് DTDCയുടെ ചാർജ് വരുന്നത്. കാരണം നമ്മൾ പോർട്ടിലാണ് അയക്കുന്നത്. അപ്പോൾ പോർട്ടിൽ അയക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഇച്ചിരി വലിയ പാക്കേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റും കൂടുന്നുണ്ട്. നമ്മൾ ചകിരിച്ചോറും കാര്യങ്ങളൊക്കെ വെച്ച് അയക്കുമ്പോൾ വെയിറ്റും വരുന്നുണ്ട്. പിന്നെ പാക്കേജിൻ്റെ സൈസും ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നമുക്കതിന് 100 റുപ്പീസാണ് ഇവിടെ DTDCയുടെ ചാർജ് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 2 പ്ലേസിൽ നിന്നൊക്കെ ആയിട്ടാണ് അയക്കുന്നതെന്നുള്ളത്. 100 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ടും നമുക്ക് ഇത്രയും എക്സ്പെൻസ് ആയിട്ട് പോലും നമ്മൾ ആ ഒരു പോർട്ടിൽ നിന്ന് തന്നെയാണ് അയക്കുന്നത്. കാരണം എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആ പോർട്ടിൽ അയക്കുന്നതാണ്. നമുക്ക് സാധാരണ വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലിട്ട് ആക്കി അയക്കാൻ പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും എനിക്കൊരു കംഫർട്ടായിട്ടുള്ളൊരു പോർട്ടിൽ അയക്കുമ്പോഴാണ്. കാരണം അധികം അങ്ങനെ ഡാമേജസും കാര്യങ്ങളൊന്നും പോർട്ടിൽ അയക്കുമ്പോൾ വരാറില്ല പ്ലാന്റ്സിന്. ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുമ്പോൾ ഒരു 2 ദിവസം ഇരുന്ന് പൊക്കഴിഞ്ഞാലും അധികം കേടും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പോർട്ടിനകത്ത് വെച്ചിട്ട് അയക്കുന്നത്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞാൽ പോലും ഇതിനകത്താകുമ്പോൾ ഒന്ന് സേഫായിട്ട് ഇരുന്നോളും. അധികം പ്രശ്നങ്ങളൊന്നും വരാതെ തന്നെ അത് ഇരിക്കാനായിട്ട് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള പ്ലാൻസ് എല്ലാം നമ്മൾ ഇതുപോലെ ആക്കിയിട്ടൊക്കെയാണ് അയക്കുന്നത്. കാരണം ഞാനിപ്പോൾ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം, നമ്മളിത് കിട്ടുന്ന ആദ്യം ജമന്തി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ചകിരിച്ചോറിട്ട് ഓരോ പ്ലാന്റ്സായിട്ട് എടുത്ത് വെക്കും. നമ്മളിപ്പോൾ ഫസ്റ്റത്തെ ഒരു കളർ, സെക്കൻഡ്, അങ്ങനെ 5 കളേഴ്സ് എടുത്ത് വെച്ചിട്ടാണ് ഓരോ സെറ്റ് ഇപ്പോൾ 5 വീതമാണ് പാക്ക് ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ റോള് ചുറ്റുന്ന സമയത്തായാലും ഇരിക്കുന്ന 5 പ്ലാന്റ്സ് എടുത്തിട്ട് ചിലപ്പോൾ റോൾ ഒരുമിച്ച് ചുറ്റും, അല്ലെങ്കിൽ ഒരു 10 പ്ലാന്റ്സ് എടുത്ത് റോൾ ഒരുമിച്ച് ചുറ്റി വയ്ക്കും. ഒരു 10 പേരുടെ സ്ലിപ്പ് എടുത്ത് വെക്കും. ബാക്കി നമ്മുടെ പ്രോസസ്സ് അങ്ങ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കളേഴ്സ് കിട്ടാണ്ട് വരും. അപ്പോൾ ഞാനും തമ്മിലൊരു മുഷിച്ചിൽ വരും. കാരണം നിങ്ങൾ പറയുന്ന കളേഴ്സ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു ഇഷ്യൂ വരും. അത് വരാതിരിക്കാനാണ് ഞാൻ ഈ ഒരു ജമന്തിയുടെ കോംബോയിൽ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ സെലക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ കളേഴ്സ് അയച്ചു തരാനായിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാനാണ് പാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അധികം പ്രശ്നമില്ല. ചിലപ്പോൾ നമുക്ക് നോക്കിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒത്തിരി കൊറിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരാൾ ഹെൽപ്പിന് കൂടെ ഉള്ളൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കൊറിയർ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫേം ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. ഇന്ന് രാവിലെ നാട്ടിലെത്തിയിട്ടേ ഉള്ളൂ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഹെൽത്ത് ഓക്കെ ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ കൊറിയർ പാക്കിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഹെൽപ്പിന് ഒരാളെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചേട്ടനും കൂടെ വന്നിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ റോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജമന്തി ഞാനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജമന്തി ഞാനാണ് പാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കളർ സെലക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വേറൊരാൾ ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സെലക്ഷൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ജമന്തി കോംബോയിലൊന്നും സെലക്ഷൻ വരുന്നില്ല എന്ന്. അത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാൽ പോലും നമ്മൾ ജമന്തി കോംബോ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഇത്ര കളേഴ്സ് അയച്ച് തരണമെന്ന് പറയുന്നവരുണ്ട്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നൊന്നും ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കായിട്ട് സെലക്ട് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ ചിലപ്പോൾ എടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ 7 കളേഴ്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു 10 കളർ വെച്ചിട്ടാണ് അതിനകത്തൊരു 7 കളറിൻ്റെയും 5 കളറിൻ്റെയും 10 കളറിൻ്റെയും കോംബോ ഇടുന്നത്. ഇതിനകത്ത് 5 എണ്ണത്തിൻ്റെ കോംബോയിൽ തന്നെ ഏതെങ്കിലും ഒരു 5 എണ്ണമായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു കളർ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആവും, നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു പോകാം. അന്നേരം നമ്മൾ ഉള്ള കളേഴ്സ് വെച്ചിട്ടായിരിക്കും ഇതിനകത്ത് 9 കളറിൽ നിന്നായിരിക്കും എടുക്കുന്നത്.
അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിതിനകത്ത് സെലക്ഷൻ ഇല്ലയെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അത് വീഡിയോ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഓർഡേഴ്സ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓരോരുത്തർക്കുള്ള പാക്കിങ്ങാണ് കാണിച്ചേക്കുന്നത്, ഞാൻ ഇപ്പോൾ ഒരു ആൾക്കുള്ളത് മാത്രം കാണിച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം അതിനകത്ത് കൊടുത്തേക്കുന്ന പ്ലാന്റ്സ് ഇപ്പോൾ ചിലത് വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരുത്തർക്കും ഇപ്പോൾ ഏതൊരു 5-6 പേരുടെ പാക്കിങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ്സ് എങ്ങനെയാണ്, പ്ലാന്റിൻ്റെ സൈസ് എങ്ങനെയാണ്, പാക്കിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെറും 7 സെറ്റ് മാത്രമേ 5 പ്ലാന്റ്സിൻ്റെ കോംബോ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് ഓർഡർ തരുന്നവർക്ക് നാളെ DTDC വഴി അയക്കും. നാളെ തന്നെ ഡിസ്പാച്ച് ഉണ്ടാവും ജമന്തി കോംബോടത്. പിന്നെ റോസ് കോംബോസ് എല്ലാം നമ്മൾ ഒരരുവിയിൽ നിന്ന് അയച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതും മാക്സിമം ഒരു 1 വീക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് റോസിൻ്റെ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതും ആയിരിക്കും കേട്ടോ. അപ്പോൾ പ്ലാൻസ് മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ വിളിക്കേണ്ട, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതിയാവും. നിങ്ങൾക്ക് ജമന്തി കോംബോ വേണം, 350ൻ്റെ കോംബോ ആണ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംബോ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്